എടുത്തു എന്നാണ് പറഞ്ഞത്. 12, 13 സാർ എടുത്തു, 14 തുടങ്ങി വെച്ചു എന്നാണ് പറഞ്ഞത്. നമുക്ക് 14 മുതൽ ആരംഭിക്കാം. അഥഹോവാചേന്ദ്രദ്യുമ്നം ഭാല്ലവേയം വയ്യക്ഷപദ്യ കം ത്വമാത്മാനമുപാസ്സൈതി വായുമേവ ഭഗവോ രാജന്നിധി ഹോവാചൈഷ വൈ പൃഥക് വർമാത്മാ വൈശ്വാനരോ യം ത്വമാത്മാനമുപാസേ തസ്മാത് ത്വം പൃഥക് ബലയ ആയന്തി പൃഥക് രഥശ്രേണയോ അനുയന്തി. അഥ അനന്തരം ഹ ഉവാച ഇന്ദ്രദ്യുമ്നം. അനന്തരം ഇന്ദ്രദ്യുമ്നം ഉവാച. ഇന്ദ്രദ്യുമ്നോട് പറഞ്ഞു. ഭാല്ലവേയം ഇന്ദ്രദ്യുമ്നം. ഭല്ലവിയുടെ പുത്രനായ ഇന്ദ്രദ്യുമ്നോട് പറഞ്ഞു. അദ്ദേഹത്തെ സംബോധന ചെയ്താണ് വയ്യക്ഷപദ്യ. വ്യാഘ്രവാദന്റെ പുത്രനായിരിക്കുന്ന ഹേ വയ്യക്ഷപദ്യ സംബോധന ചെയ്താണ്. തം ത്വം ആത്മാനം ഉപാസീതി. നീ ഏത് ആത്മാവിനെയാണ് ഉപാസിക്കുന്നത് എന്ന്. കം ആരെ. ത്വം നീ ആത്മാനം ആത്മാവിനെ. കം ആത്മാനം ത്വം ഉപാസ ഇതി. ഏത് ആത്മാവിനെയാണ് നീ ഉപാസിക്കുന്നത് എന്ന്. അപ്പോൾ ഇന്ദ്രദ്യുമ്നൻ മറുപടി പറഞ്ഞു. വായുമേവ ഭഗവതു രാജനിധി ഹോവാച. വായുമേവ ഭഗവോ രാജൻ, ഹേ ഭഗവാനായ രാജാവേ, വായുവിനെ തന്നെയാണ് ഞാൻ ഉപാസിക്കുന്നത്. വായുമേവ ഭഗവോ രാജൻ ഇതിഹ ഉവാച ഇതി ഹോവാച. ഏഷ വൈ പൃഥക് വർത്തുമാത്മാ. ഏഷ വൈ ഇവനാകട്ടെ, ഈ വായുവാകട്ടെ, പൃഥക് വർത്തുമാ ആത്മാ, വേറിട്ട വഴിയുള്ള ആത്മാവാണ്. പൃഥക് വർത്തുമാ, വേറിട്ട വഴി, വേറിട്ട വഴിയുള്ള ആത്മാവാണ്. പൃഥക് വർത്തുമാ ആത്മാ വൈശ്വാനരോ, വൈശ്വാനരനാണ്. വേറിട്ട വഴിയുള്ള വൈശ്വാനരനെന്ന ആത്മസ്വരൂപനാണ് ആ വായു. യം ത്വം ആത്മാനം ഉപാസി. യാതൊരുവനെയാണോ നീ ആത്മാവായി ഉപാസിക്കുന്നത്, ആ വായു പ്രത്യേകിച്ച് വഴിയുള്ളവനായ, വേറിട്ട് സഞ്ചരിക്കുന്നവനായ വൈശ്വാനരൻ തന്നെയാണ്. വൈശ്വാനരൻ അഗ്നിയുടെ വിശേഷണമാണ്. അഗ്നി സഞ്ചരിക്കണമെങ്കിൽ വായുവിന്റെ സഹായം വേണം, ഇല്ലെങ്കിൽ അഗ്നി സഞ്ചരിക്കില്ല. അതുകൊണ്ട് ഈ വായുവാണ് അഗ്നിയുടെ സഞ്ചാര മാർഗത്തെ ബോധ്യപ്പെടുത്തുന്നത്. യം വൈശ്വാനരം നരോ യം ത്വമാത്മാനം ഉപാസി തസ്മാത് ത്വാം, അതുകൊണ്ട് നിന്നെ, തസ്മാത് ത്വാം, അതുകൊണ്ട് തസ്മാത് ത്വാം നിന്നെ, പൃഥക് ബലയ ആയന്തി, പൃഥക്കായ വേർതിരിഞ്ഞിരിക്കുന്ന വ്യത്യസ്തങ്ങളായ, ബലയഹ ബലികൾ, ഉപഹാരങ്ങൾ എന്നർത്ഥം. ബലയഹ ബലികൾ അല്ലെങ്കിൽ ഉപഹാരങ്ങൾ എന്നർത്ഥം. പൃഥക് ബലയഹ ആയന്തി, വേറിട്ടുള്ള ഉപഹാരങ്ങൾ, ആയന്തി അടുത്തു വരുന്നു. ആയന്തി താങ് ഉപസർഗമാണ്, യന്തി വരിക. ആയന്തി അടുത്തു വരിക തന്നെ. നീ ഈ വൈശ്വാനരനെ വായുമാർഗത്തിൽ കൂടിയാണ് ഉപാസിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നിനക്ക് വൈവിധ്യമാർന്ന പല പല ഉപഹാരങ്ങൾ നിന്റെ അടുത്തേക്ക് വന്നു ചേരും. പൃഥക് രഥശ്രേണിയോ അനുയാൻ, വേറെ വേറെ രഥശ്രേണികൾ, രഥനിരകൾ, രഥക്കൂട്ടങ്ങൾ അനുയാന്തി അനുഗമിക്കും നിന്റെ കൂടെ. ഭൗതികമായ അനേകം സമ്പത്തുകൾ ഈ ഉപാസന കൊണ്ട് നിനക്ക് വന്നുകൂടും എന്ന് താല്പര്യം. വൈശ്വാനരനെയാണ് ഉപാസിക്കുന്നത്, പക്ഷെ വൈശ്വാനരനെ വായുവിന്റെ വഴിയിൽ കൂടിയാണ് നീ ഉപാസിക്കുന്നത്. അത് യുക്തമാണ്, യോഗ്യമാണ്. കാരണം വൈശ്വാനരൻ അഗ്നിയെ
മറ്റു പല ദിക്കിലേക്കും വ്യാപരിപ്പിക്കുന്ന വായു തന്നെയാണ്. അതുകൊണ്ട് വായു സ്വരൂപനായി നീ ഈ വൈശ്വാനര മൂർത്തിയെ ആത്മാവായി ഉപാസിക്കുന്നത് എന്തുകൊണ്ടും യോഗ്യമാണ്. അങ്ങനെ ഉപാസിക്കുന്നുകൊണ്ട് നിനക്ക് വേറെ വേറെ ഉപഹാരങ്ങൾ ധാരാളം വന്നു കൂടിക്കൊണ്ടിരിക്കും. അനേക വിധത്തിലുള്ള രഥങ്ങളും വേർവിട്ട് നിനക്ക് വന്നു ചേർന്നുകൊണ്ടേ ഇരിക്കും എന്ന് ഉപാസനയുടെ ഫലമായ ആത്മമായ ശക്തി മാത്രമല്ല ഭൗതികമായ ഉപഹാരങ്ങളും വന്നു ചേർന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഉപാസകൻ ഭൗതികമായ ഉപഹാരത്തിൽ ആകർഷണാകരുത്. വന്നു ചേരും, പക്ഷെ അതിൽ ആകർഷണാകരുത്. അത് അനുഭവിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാം, പക്ഷെ അതിൽ ആകർഷണമായിട്ട് ആവരുത് എന്ന് മാത്രം. അങ്ങനെ ആയാൽ ഈ ആത്മശക്തി എന്ന ബലം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അതുകൊണ്ട് ഉപനിഷത്ത് എപ്പോഴും ആത്മബലത്തെ കുറിച്ചാണ് പറയുന്നത്. ഭൗതിക ബലം പറയുന്നത് അതിൻ്റെ കൂടെ വരുന്നതാണ്, അത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അത് എന്താണ്, ആശ്രയിച്ചാൽ, അതിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ അത് ആത്മബലത്തെ നൽകില്ല എന്നുറപ്പാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ വായുസ്വരൂപത്തിലായി അഗ്നിയെ ആത്മസ്വരൂപനായി നീ ഉപാസിക്കുന്നു. നീ ആരെയാണ് ഉപാസിക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ വായുവിനെയാണ്. നന്നായി ആത്മസ്വരൂപനായ വായുവിനെ ആത്മാവിന്റെ വഴി, വേറിട്ട വഴി കൂടി സഞ്ചരിക്കുന്ന വൈശ്വാനരമൂർത്തി എന്ന ആ വായുസ്വരൂപത്തെ ഉപാസിക്കുന്നതുകൊണ്ട് നിനക്ക് ഭൗതികമായ എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പത്തും വന്നു ചേർന്നുകൊണ്ടേയിരിക്കും എന്ന് ആ ഉപാസനയുടെ മാഹാത്മ്യത്തെ ഒന്നുകൂടി ഒന്ന് ഉറപ്പിച്ചു കൊടുത്തു ഈ വയ്യാക്രപദ്യന്, അല്ലെങ്കിൽ ഇന്ദ്രദ്യുമ്നൻ. അഥഹോവാചേന്ദ്രദ്യുമ്നം ഭാല്ലവേയം വയ്യാക്രപദ്യ കം ത്വമാത്മാനമുപാസൈതി വായുമേവ ഭഗവോ രാജന്നിധി ഹോവാചൈഷ വൈ പൃഥക് വർത്തമാത്മാ വൈശ്വാനരോ യം ത്വമാത്മാനമുപാസേ തസ്മാത് ത്വാം പൃഥക് ബലയ ആയന്തി പൃഥക് രഥശ്രേണയോനുയന്തി. അഥ ഹോവാച ഇന്ദ്രദ്യുമ്നം അഥ ഹ ഉവാച ഇന്ദ്രദ്യുമ്നം അഥ ഹോവാച ഇന്ദ്രദ്യുമ്നം ഭാല്ലവേയം വയ്യാക്രപദ്യ കം ത്വം ആത്മാനമുപാസ ഇതി വായുമേവ ഭഗവോ രാജന്നിധി ഹോവാച ഏഷ ഹോവാചൈഷ ഹ ഉവാച ഏഷ വൈ പൃഥക് വർത്തമാത്മാ ഏഷ വൈ പൃഥക് വർത്തമാത്മാ വൈശ്വാനരോ യം ത്വമാത്മാനമുപാസേ തസ്മാത് ത്വാം പൃഥക് ബലയ ആയന്തി പൃഥക് രഥശ്രേണയോ അനുയന്തി. അത്യന്നം പശ്യസി പ്രിയം അത്യന്നം പശ്യസി പ്രിയം ഭവത്യസ്യ ബ്രഹ്മവർച്ചസം കുരേ ഏതമേവമാത്മാനം വൈശ്വാനരമുപാസ്തേ പ്രാണസ്ത്വേഷ ആത്മനീതി ഹോവാച. പ്രാണസ്തേ ഉദക്രമിഷ്യന്മാം നാഗമിഷ്യത ഇതി. അത്സി അന്നം അത്സ്യന്നം, അത്സി ഭക്ഷിക്കുന്നു. അത്തിയുടെ മധ്യമരൂപമാണ്, മധ്യമപുരുഷനാണ്. അത്തി അത്തഹ അദന്തി, അത്സി അത്തഹ അത്ത, അഗ്നി അദ്വ ആത്മഹ എന്നാണ്. അത്തി അധഭക്ഷണേ, ഭക്ഷിക്ക എന്നുള്ള ധാതുവിന്റെ ലഘുരൂപമാണ്. അതിന്റെ മധ്യമപുരുഷനാണ് അത്സി അന്നം. കൂടി ചേരുമ്പോൾ അത്സ്യന്നം. അവിടെയും ഇഗോ എനർജി എൻസന്ധിയാണ്. അത്സി ഇകാരം, അന്നം യകാരം, യകാരം അധീഷ്ഠിച്ചു അത്സ്യന്നം. പശ്യസി പ്രിയം, അന്നം ഭക്ഷിക്കുന്നു, അതുകൊണ്ട് പ്രിയത്തെ നിനക്ക് കാണാൻ പറ്റുന്നു. ഇഷ്ടപ്പെട്ടത്, അനുഭവയോഗ്യമായ വസ്തുക്കൾ നിനക്ക് അനുഭവിക്കാൻ പറ്റുന്നു. പശ്യസി പ്രിയം. അത്യന്യം പശ്യസി പ്രിയം ഭവതി അസ്യ ബ്രഹ്മവർച്ചസം. അത്തി അന്നം, അന്നം ഭക്ഷിക്കുന്നു. പശ്യതി പ്രിയം, പ്രിയത്തെ കാണും. മുമ്പ് മധ്യമപുരുഷൻ പറഞ്ഞു, ഇപ്പൊ പ്രഥമപുരുഷൻ പറഞ്ഞു. മധ്യമപുരുഷൻ നീ മാത്രമേ ഉള്ളൂ കർത്താവ്, പ്രഥമപുരുഷൻ എല്ലാവരും കർത്താവാണ്. അപ്പൊ ആദ്യത്തെ നിന്നെ മാത്രം ഉദ്ദേശിച്ചതാണ് അത്യന്നം പശ്യഫിപ്രിയം. രണ്ടാമത് അത്യന്നം പശ്യഫിപ്രിയം.
അന്നം ഭക്ഷിക്കുന്നവനും പ്രിയം ഭക്ഷിക്കുന്നവനും ഭവതി ഭവിക്കുന്നു അസ്യ ബ്രഹ്മവർച്ചസം. ഈ ബ്രഹ്മവർച്ചസ്, ഈ ബ്രഹ്മ തേജസ് അവനെല്ലാം ലഭിക്കുക തന്നെ ചെയ്യുന്നു. അന്നം ഭക്ഷിക്കുന്നവനും അവർ പ്രിയം കാണുന്നവനും ഇഷ്ടപ്പെട്ടത് കാണുന്നവനും ഈ ബ്രഹ്മചൈതന്യത്തെ അനുഭവിക്കാൻ പറ്റും. കുലേ യഹ ഏതമേവ ആത്മാനം വൈശ്വാനരം ഉവാസ്തെ. ആരുടെ കുലത്തിലാണോ, യഹ കുലേ കുലത്തിൽ യാതൊരുവനാണോ, ഏതം ഏവം ആത്മാനം ഇങ്ങനെയുള്ള ആത്മാവിനെ, വൈശ്വാനരനായ ആത്മാവിനെ ഉപാസിക്കുന്നത്. ഏതു കുലത്തിലാണോ വൈശ്വാനരനായി ആത്മാവിനെ ഉപാസിച്ചുകൊണ്ട് അന്നം ഭക്ഷിക്കുകയും പ്രിയം കാണുകയും ചെയ്യുന്നത്, അവന് ബ്രഹ്മചൈതന്യം ഉണ്ടാവുക തന്നെ ചെയ്യും. നീ അങ്ങനെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നിനക്കുണ്ട്. ഇനി ആരെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യുന്നുവോ അവർക്കും ഉണ്ടാകും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മധ്യമൃഷ്ണം പ്രഥമൃഷ്ണം മാറി. അത്യന്നം പശ്യസി പ്രിയം, അത്യന്നം പശ്യസി പ്രിയം ഭവതി അസ്യ ബ്രഹ്മവർച്ചസം കുലേയഃ ഏതമേവ ആത്മാനം വൈശ്വാനരം ഉപാസ്തേ. പ്രാണഃ തു ഏഷ പ്രാണസ്തു ഏഷ, പ്രാണഃ തു ഏഷ പ്രാണൻ ആകട്ടെ, ഏഷ ആത്മനഃ ഇതി ഹോവാച ഈ ആത്മാവിൻ്റെതാണെന്ന് ഉവാചഃ പറയപ്പെട്ടിട്ടുണ്ടല്ലോ. പ്രാണഃ തു ഏഷ ആത്മനൈതി ഹോവാച പ്രാണനാകട്ടെ ഈ ആത്മാവിൻ്റെതാണെന്ന് പറഞ്ഞിട്ടുമുണ്ടല്ലോ. പ്രാണസ്തേ ഉദക്രമിഷ്യത് എന്മാം നാഗമിഷ്യതി. പ്രാണഃ പ്രാണസ്തേ തേ പ്രാണഃ നിന്റെ പ്രാണൻ ഉദക്രമിഷ്യത് പുറത്തു കടക്കും. ഉദക്രമിഷ്യത് പുറത്ത് കടക്കും. യത് മാം യാതൊന്നുകൊണ്ടാണോ എന്നെ ന ആഗമിഷ്യ ഇതി നീ എന്റെ അടുത്തേക്ക് വന്നില്ലായിരുന്നു എങ്കിൽ നിന്റെ പ്രാണൻ നിന്നെ വേർപിരിഞ്ഞു പോകുമായിരുന്നു. നീ ഇപ്പോൾ എന്റെ അടുത്തേക്ക് വന്നില്ലായിരുന്നെങ്കിൽ നിന്റെ പ്രാണൻ വേർപിരിയുമായിരുന്നു. പ്രാണസ്തേ ഉദക്രമിഷ്യത് എന്മാം നാഗമിഷ്യതി ഇതി ത്വം യത് മാം ന ആഗമിഷ്യതി ചേത് നീ എന്റെ അടുത്തേക്ക് വന്നില്ലായിരുന്നു എങ്കിൽ തേ പ്രാണഃ ഉദക്രമിഷ്യത് നിന്റെ പ്രാണൻ ഉത്ക്രമിക്കുക തന്നെ ചെയ്യും. നിന്റെ പ്രാണൻ പിരിഞ്ഞു പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് നീ ഇപ്പോൾ ഈ സംശയം ചോദിച്ച് എന്റെ അടുക്കൽ വന്നത് നന്നായി. നിന്റെ പ്രാണൻ നിലനിൽക്കും. പ്രാണൻ നിലനിൽക്കുന്ന അന്നത്തിലൂടെയാണ്. അന്നമുണ്ടാകുന്നത് വൈശ്വാനര ഉപാസനയിലൂടെയാണ്. വൈശ്വാനരൻ ബ്രഹ്മസ്വരൂപനാണ്. വൈശ്വാനരൻ അഗ്നിയാണ്. അഗ്നി ബ്രഹ്മസ്വരൂപമാണ്. ബ്രഹ്മസ്വരൂപമായ വൈശ്വാനര അഗ്നിയെ ഉപാസിക്കുന്നത് കൊണ്ട് അന്നമുണ്ടാകും. അന്നമുണ്ടായാൽ പ്രാണനുണ്ടാകും. ഈ വിദ്യ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ നിന്റെ പ്രാണൻ എന്നെ അതിക്രമിച്ചു പോകുമായിരുന്നു. നീ ഇപ്പോൾ വന്നു നന്നായി. ഈ വൈശ്വാനര വിദ്യ കൊണ്ട് അന്നമുണ്ടായി, പ്രാണനുണ്ടായി. നിനക്ക് ഈ ജീവിതകാലം മുഴുവനും സുഖസ്വരൂപനായി ജീവിക്കാനുള്ള വസ്തുതകൾ ഇവിടെ തന്നെ ഉണ്ടാകും എന്നുറപ്പാണ് ഉപാസന കൊണ്ട്. ഉപാസനയുടെ ഫലത്തെക്കുറിച്ചാണ് വിസ്തരിച്ച് പറയാൻ. അഗ്നി ഉപാസനയാണ് ഇവിടുത്തെ വിഷയം. ബ്രഹ്മോപാസനയാണ് വിഷയം. ആ ബ്രഹ്മത്തെ എന്തായിട്ടാണ് ഉപാസിക്കേണ്ടത്? അപ്പൊ പലതും പറഞ്ഞു കൊടുക്കുകയാണ്. വൈശ്വാനര സ്വരൂപത്തിലാണ്. ആകട്ടെ ഈ വൈശ്വാനരനെ നീ നിത്യ ജീവിതത്തിൽ എന്തായിട്ടാണ് ഉപാസിക്കുന്നത്? അന്നമായിട്ടാണ് ഉപാസിക്കുന്നത്. എന്നാലേ എനിക്ക് ജീവിക്കാൻ പറ്റൂ. അതെ, അന്നം ഉപാസിച്ച പ്രാണൻ ഉണ്ടാകുക തന്നെ ചെയ്യും. അന്നാദ്വൈ പ്രാണ, അന്നിൽ നിന്നാണ് പ്രാണൻ ഉണ്ടാകുന്നത്, അന്നത്തിൽ നിന്നാണ് എന്ന് ഇവിടെ ഈ പ്രാണന്റെ മഹാത്മ്യത്തെ ഉറപ്പിച്ചിട്ട് നീ ഇപ്പോഴും ചോദിക്കാൻ എൻ്റെ അടുക്ക് വന്നില്ലായിരുന്നെങ്കിൽ നിന്റെ പ്രാണൻ പോകും. അതാണ് ആരുടെ അങ്ങനെ
ഇതൊന്നും പഠിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രാണനൊക്കെ പോകും. നിങ്ങളാരും പഠിക്കാൻ വന്നില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെയും പ്രാണൻ പോകും, എന്റെയും പ്രാണൻ പോകും. എന്തായാലും നന്നായി. അതിനു മുമ്പ് നിനക്കിത് അറിഞ്ഞിട്ട് പോകാൻ സാധിച്ചല്ലോ, മഹാഭാഗ്യം എന്ന് അവനോട് പറഞ്ഞത് നമ്മളോട് പറയുക തന്നെയാണ്. കാരണം ഇപ്പൊ ഇത് പഠിക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ അല്പസമയത്തിനകമോ നാളെയോ ഈ പ്രാണൻ പോകാം. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രാണസ്ഥ ഉദക്രമിഷ്യത് എന്മാം നാഗമിഷ്യേതി. എന്നിടയ്ക്കിടയ്ക്ക് വന്നില്ലായിരുന്നെങ്കിൽ പ്രാണൻ പോകും. വന്നാലും പോകും, വന്നില്ലും പോകും. വന്നില്ലായിരുന്നെങ്കിൽ ഇത് അറിയാതെ പ്രാണൻ പോകും എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ. ഇത് അറിഞ്ഞിട്ടാണ് പ്രാണൻ പോകുന്നതെങ്കിൽ പ്രാണനിൽ ഇതിന്റെ സംസ്കാരം നിലനിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒന്നുകിൽ ജന്മങ്ങൾ കുറയും, അല്ലെങ്കിൽ ഇല്ലാണ്ടാവും. ഈ രണ്ടിലും ഉറപ്പാണ്. ഇത് ഉപാസനയുടെ പരമമായ ഒരു മഹാത്മ്യവുമാണ്. അത്യന്നം പശ്യഭിപ്രിയം അത്യന്നം പശ്യഭിപ്രിയം ഭവത്യസ്യ ബ്രഹ്മവർച്ചസം കുലേ ഏതമേവമാത്മാനം വൈശ്വാനരമുപാസ്തേ പ്രാണസ്ത്വേഷാത്മനീതി ഹോവാച പ്രാണസ്ത ഉദക്രമിഷ്യത് എന്മാം നാഗമിഷ്യ ഇതി. അത്യന്നം പശ്യഭിപ്രിയം അത്യന്നം പശ്യഭിപ്രിയം ഭവത്യസ്യ ബ്രഹ്മവർച്ചസം കുലേയ ഏതമേവമാത്മാനം വൈശ്വാനരമുപാസ്തേ പ്രാണസ്ത്വേഷ ആത്മനീതി ഹോവാച പ്രാണസ്ത ഉദക്രമിഷ്യത് എന്മാം നാഗമിഷ്യ ഇതി. അഥ ഹോവാച ജനം സാർക്കരാക്ഷ കം ത്വമാത്മാനമുപാസ ഇത്യാകാശമേവ ഭഗവോ രാജന്നിധി. ഹോവാചൈഷ വൈ ബഹുല ആത്മാ വൈശ്വാനരോ യം ത്വമാത്മാനം ഉപാസ്യേ തസ്മാത് ത്വം ബഹുലോസി പ്രജയാ ച ധനേന ച. അഥ അനന്തരം ഹ ഉവാച ജനം. അനന്തരം ജനനോട് ചോദിച്ചു. ഈ വന്ന 5 ഋഷികുമാരന്മാരുടെയും ഋഷിയുടെയും പേര് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അതിൽ അടുത്ത ആള് ജനനാണ്. അയാള് ശർക്കരാക്ഷനാണ്, ശർക്കരാക്ഷിയുടെ പുത്രനാണ്. അതുകൊണ്ട് ശർക്കരാക്ഷ്യ എന്ന് സംബോധന ചെയ്താണ്. ഹോവാച ജനം, ജനനോട് ചോദിച്ചു, ഹേ ശർക്കരാക്ഷ്യ കം ത്വമാത്മാനം ഉപാസ ഇത്. നീ ഏതാത്മാവിനെയാണ് ഉപാസിക്കുന്നത്? കം ത്വം ആത്മാനം ഉപാസ ഇത്. ഏത് ആത്മാവിനെയാണ് നീ ഉപാസിക്കുന്നത് എന്ന്. അവൻ മറുപടി പറഞ്ഞു, ആകാശം ഏവ ഭഗവോ രാജന്നിധി. ഹേ ഭഗവാനായ രാജാവേ, ഞാൻ ആകാശത്തെയാണ് ഉപാസിക്കുന്നത്. ഇത് ആകാശമേവ ഭഗവോ രാജന് ഇതി. ഹോ ഉവാചൈഷ, ഹോവാചൈഷ ഇതെല്ലാവർക്കും വരുന്ന വരികയാണ്. ഹ ഉവാച ഏഷ, ഏഷ വൈ ബഹുല ആത്മാ വൈശ്വാനരോ. ഏഷ ഈ ആകാശം, ബഹുല ആത്മാ ആത്മാവിന്റെ ബഹുലമായ സ്വരൂപമാണ്. ബഹുലയത്തെ ഇത് ബഹുലം എന്നാണ്. പലതായിട്ട് ലയിച്ചിരിക്കുന്നതാണ് ബഹുലം. ബഹുലയത്തെ, ബഹു എന്ന് വെച്ചാൽ ധാരാളം, പലതായിട്ട് ലയിച്ചിരിക്കുന്നതാണ് ബഹുല ആത്മാ വൈശ്വാനരോ യം ത്വം ആത്മാനമുപാസേ. നീ ഉപാസിക്കുന്ന വൈശ്വാനര സ്വരൂപനായ ആത്മാവിന് ആകാശത്തെ പോലെ വൈപുല്യമുണ്ട്. നീ ആകാശസ്വരൂപനായിട്ടാണ് ആത്മാവിനെ ഉപാസിക്കുന്നതെങ്കിൽ നന്നായി. ഈ ആത്മസ്വരൂപം ആകാശം മുഴുവൻ നിറയുന്നതാണ്. അത്രയ്ക്ക് ബഹുലത്വമുണ്ട്, വ്യാപ്യത്വമുണ്ട്, അത്രയ്ക്ക് വളരുന്നുണ്ട്, അത്രയ്ക്ക് നിറഞ്ഞു നിൽക്കുകയാണ് ഈ ആത്മചൈതന്യം. ഹോ എന്താണ് രാജനിധി. ഹോവാചൈഷ വൈ ബഹുല ആത്മാ വൈശ്വാനരോ യം ത്വമാത്മാനം ഉപാസയ തസ്മാത്വം. അതുകൊണ്ട് നീ ബഹുലോഫി, നീ സമർത്ഥനായിത്തീരും. സമർത്ഥൻ, ധാരാളമുള്ളവൻ. ബഹുലൻ, ധാരാളമുള്ളവനായിത്തീരും. എന്താ ധാരാളം ഉണ്ടാകുന്നത്? പ്രജയാച ധനേനച. ധാരാളം സന്താനവും ഉണ്ടാകും, ധാരാളം സമ്പത്തും ഉണ്ടാകും. ആകാശത്തെ ഉപാസിക്കുന്നവന് ആകാശം പോലെ അനന്തമായ സന്താന സമൃദ്ധിയും
സമ്പദ് സമൃദ്ധിയും ഉണ്ടാകും എന്നുള്ളത് ഈ ഉപാസനയുടെ ലൗകികമായ ഒരു ഫലമാണ്. ആ ഫലവും ഈ ഉപാസനയ്ക്കുണ്ട്. ആത്മസ്വരൂപനായിട്ട് വൈശ്വാനരനെ ഉപാസിച്ചാൽ ആ വൈശ്വാനരനെ ആകാശസ്വരൂപനായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഉപാസനകളൊക്കെ ഒരു മൂർത്തി രൂപത്തിൽ കണ്ടു വേണം ഉപാസിക്കാൻ. ഒന്നാണ് ആദ്യം വരെ ചോദിച്ചതിന് എന്തിനെയാണ് ഉപാസിക്കുന്നതെന്ന്. അപ്പോഴാണ് ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞത്. അപ്പൊ ജനം പറഞ്ഞു, ഞാൻ ആകാശസ്വരൂപത്തിലാണ് ഈ വൈശ്വാനരന്റെ ആത്മാവിനെ ഉപാസിച്ചത്. നന്നായി. കാരണം ഈ വൈശ്വാനരൻ എന്ന ആത്മാവ് ആകാശസ്വരൂപിയാണ്, ആകാശത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. അതുകൊണ്ട് നിനക്ക് ആകാശം പോലെ അനന്തമായ ഫലങ്ങൾ ഉണ്ടാവുക തന്നെ ഈ ഉപാസന കൊണ്ട്. അഥഹോവാച ജനം ശർക്കരക്ഷ കം ത്വമാത്മാനമുപാസ ഇതി ആകാശമേവ ഭഗവരാജന്നിധി ഹോവാചൈഷ വൈ ബഹുലാത്മാ വൈശ്വാനരോ യം ത്വമാത്മാനമുപാസേ തസ്മാത് ത്വം ബഹുലോസി പ്രജയാ ച ധനേന ചാം. അഥ ഹോവാച ജനം ശർക്കരക്ഷ കം ത്വമാത്മാനമുപാസ ഇത്യാകാശമേവ ഭഗവോ രാജന്നിധി ഹോവാചൈഷ വൈ ബഹുല ആത്മാ വൈശ്വാനരോ യം ത്വമാത്മാനമുപാസേ തസ്മാത് ത്വം ബഹുലോസി പ്രജയാ ച ധനേന ചാം. അത്സ്യന്നം പശ്യസി പ്രിയം അത്യന്യം പശ്യസി പ്രിയം ഭവത്യസി ബ്രഹ്മവർച്ചസം കുലേ ഏതമേവം ആത്മാനം വൈശ്വാനരമുപാസ്തേ സന്ദേഹസ്ത്വേഷ ആത്മനൈതി ഹോവാച സന്ദേഹസ്തേ വിശീദ്യന്മാം നാഗമിഷ്യ ഇതി. മുമ്പലത്തെ പോലെ തന്നെ എല്ലായിടത്തും ഒരേ വരിയാ പറയുന്നത്. അത്സി അന്നം പശ്യസി പ്രിയം, അന്നം ഭക്ഷിക്കുന്നു പ്രിയം നീ കാണും. അത്യന്നം പശ്യതി പ്രിയം ഭവതി, ആരാണോ അന്നം ഭക്ഷിക്കുകയും പ്രിയം അനുഭവിക്കുകയും ചെയ്യുന്നത് അസ്യ ബ്രഹ്മവർച്ചസം, അവന് ഈ ബ്രഹ്മവർച്ചസം കുലേയ, അവന്റെ യാതൊരു വേണ്ട കുലത്തിലാണോ ബ്രഹ്മചൈതന്യം ഉള്ളത്, ഏതമേവമാത്മാനം വൈശ്വാനരം ഉപാസ്തേ. ഇങ്ങനെ ആകാശസ്വരൂപിയായ വൈശ്വാനരൻ എന്ന ആത്മാവിനെ ആരാണോ ഉപാസിക്കുന്നത്, സന്ദേഹ തു ഏഷ ആത്മന ഇതി. സന്ദേഹ തു, സന്ദേഹം സമ്യക്കായ ദേഹം, ദേഹം എന്ന് വെച്ചാൽ ശരീരം. സംശയം എന്നാണ് സന്ദേഹം എന്ന വാക്കിനർത്ഥം നമ്മൾ കണ്ടിരിക്കുന്നത്. ഇവിടെ ദേഹം, ദേഹം എന്ന് വെച്ചാൽ എന്താർത്ഥം? ശരീരം. ദേഹം എന്ന് വെച്ചാൽ സമ്യക്കായ ശരീരം, നല്ല ശരീരം എന്നേ ഉള്ളൂ സന്ദേഹം എന്ന വാക്കിന് ഇവിടെ അർത്ഥം. ആ വാക്കിന് അർത്ഥം എടുത്താൽ ശരിയുമാ, സമ്യക്കായ ദേഹമാണ് സന്ദേഹം. അതുകൊണ്ട് സന്ദേഹ തു ഏഷ ആത്മനൈതി, ഈ ആത്മസ്വരൂപത്തിന് സന്ദേഹമുണ്ട് എന്ന് വെച്ചാൽ ശരീരമുണ്ട് എന്ന്, ഈ ആത്മസ്വരൂപത്തിന് ശരീരമുണ്ട് എന്ന് ഉവാചഹ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ. സന്ദേഹത്തെ യശീദ്യന്മാം നാഗമിഷ്യ, നീ എൻ്റെ അടുത്തേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ഈ ശരീരം വീണ് തകർന്നു പോകുമായിരുന്നു. സന്ദേഹ സന്ദേഹ, നിന്റെ ദേഹം വ്യശീര്യത് ജീർണിച്ചു പോകുമായിരുന്നു, ശരീരം ശീർണിച്ചു പോകുമായിരുന്നു. എന്മാം നാഗമിഷീതി, നീ എൻ്റെ അടുത്തേക്ക് വന്നില്ലായിരുന്നെങ്കിൽ നിന്റെ ശരീരം തകർന്ന് വീണു പോകുമായിരുന്നു. നീ ഇപ്പോൾ വന്നതുകൊണ്ട് നിന്റെ ഈ ശരീരം ആത്മസ്വരൂപമായി നിലനിൽക്കുക തന്നെ ചെയ്യും. ഇപ്പൊ ഈ കാണുന്ന ഭൗതിക ശരീരം ആത്മശരീരമായി മാറ്റപ്പെടും. എന്തുപാസിച്ചാൽ? വൈശ്വാനരനെ ആകാശസ്വരൂപനായി ഉപാസിച്ചാൽ. നമ്മുടെ ശരീരം ഇപ്പോൾ വെറും പഞ്ചഭൂത നിർമ്മിതമായ ഭൗതികമായ ഒരു പദാർത്ഥം മാത്രമാണ്. പക്ഷേ ഉപാസന നിരന്തരമായും ചെയ്താൽ ഈ ശരീരം ആത്മശരീരമായി മാറും. ആത്മശരീരമായി മാറിയാൽ ഉപാസകന് ഉദ്ദിഷ്ടമായ ഫലം അനായാസമായി അനുഭവിക്കാൻ പറ്റും. അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഈ ശരീരം വീണുപോകുകയുള്ളൂ. നമ്മുടെയൊക്കെ ശരീരം എന്ത് ചെയ്യാനാണ്? വീണുമല്ല. ഇന്നല്ലെങ്കിൽ നാളെ
വീണുപോകും. ഇത് ഉപാസന കഴിഞ്ഞിട്ടാണ് വീണുപോകുന്നത്. ഉപാസന അനുഷ്ഠിച്ചിട്ടാണ് വീണുപോകുന്നതെങ്കിൽ ഉറപ്പാണ് ആത്മചൈതന്യത്തിലേക്ക് ചേരുക തന്നെ ചെയ്യും. അല്ല എങ്കിൽ എല്ലാവരുടെയും ശരീരം വീണുപോകുന്നത് ഇതും വീണുപോകും. ആർക്കും ഒരു ഫലം ഉണ്ടാവാതെ അഗ്നിയിലോ വെള്ളത്തിലോ മണ്ണിലോ ദഹിപ്പിച്ചോ കുഴിച്ചിട്ടോ ഒഴിക്കോ അതെല്ലാം ഉണ്ടാക്കും. അതോടെ ശരീരത്തിന്റെ കാര്യം കഴിഞ്ഞു. അങ്ങനെ ആവരുത്. ഉപാസകന്റെ ശരീരം ആത്മശരീരമാണ്. ഉപാസിച്ചവൻ ആത്മസ്വരൂപമായി തിരിയാൻ. അതുകൊണ്ട് നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ എല്ലാവരെയും പോലെ നിന്റെ ശരീരം വീണുപോകും എന്ന് മാത്രമല്ല, ഈ ആത്മസ്വരൂപമാണ് ശരീരമെന്ന് അറിയാതെ ശരീരം ഉപേക്ഷിക്കേണ്ടി വരും. എന്തൊരു കഷ്ടമാണ്. ഈ ശരീരം എന്ന അന്നപാനത്തിന് വേണ്ടി മാത്രമുള്ളൊരു ഉപകരണമാണെന്ന് ധരിച്ചുകൊണ്ട് ഇത് ഉപേക്ഷിച്ചാൽ വീണ്ടും വീണ്ടും അന്നപാനത്തിന് വേണ്ടിയുള്ള ശരീരം കിട്ടുകിട്ടും. അതല്ല, ഈ ശരീരം വീക്ഷിക്കുമ്പോൾ ഇത് ആത്മസ്വരൂപമാണ് ഈ ശരീരം എന്നറിഞ്ഞാണ് വീക്ഷിക്കുന്നതെങ്കിൽ ആത്മസ്വരൂപനായിട്ട് തന്നെ തീരും. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ ഇപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ നിന്റെ ശരീരം എല്ലാവരെയും പോലെ വീണ് വെറുതെ പോകുമായിരുന്നു. കാക്കയ്ക്കോ കഴുകനോ ഭക്ഷണമായിട്ട് പോയേക്കുമായിരുന്നു. അതില്ലല്ലോ, നീ വന്നല്ലോ. നീ എന്ത് ചെയ്തിരിക്കുന്നു? ആത്മസ്വരൂപത്തെ ഇവിടെ നീ ബ്രഹ്മവർച്ചസമായി ഈ വൈശ്വാനരന ആത്മസ്വരൂപത്തെ ദേഹമായി നീ ഉപാസിച്ചുവല്ലോ. അത്യന്നം പശ്യസി പ്രിയം അത്യന്നം പശ്യസി പ്രിയം ഭവത്യസ്യ ബ്രഹ്മവർച്ചസം കുലേ ഏതമേവമാത്മാനം വൈശ്വാനരമുപാസ്തേ സന്ദേഹസ്ത്വേഷ ആത്മനീതി ഹോവാച സന്ദേഹസ്തേ വിശീര്യന്മാം നാഗമിഷ്യ ഇതി. അത്യന്നം പശ്യസി പ്രിയം അത്യന്നം പശ്യസി പ്രിയം ഭവത്യസ്യ ബ്രഹ്മവർച്ചസം കുലേ ഏതമേവമാത്മാനം വൈശ്വാനരമുപാസ്തേ സന്ദേഹസ്ത്വേഷ ആത്മനീതി ഹോവാച സന്ദേഹസ്തേ വിശീര്യന്മാം നാഗമിഷ്യ ഇതി. അത്യന്നം പശ്യസി പ്രിയം അത്യന്നം പശ്യസി പ്രിയം ഭവത്യസ്യ ബ്രഹ്മവർച്ചസം കുലേ ഏതമേവമാത്മാനം വൈശ്വാനരമുപാസ്തേ സന്ദേഹസ്ത്വേഷ ആത്മനീതി ഹോവാച സന്ദേഹസ്തേ വിശീര്യന്മാം നാഗമിഷ്യ ഇതി. അഥ ഹോവാച ബുഡിലമാശ്വതരാശ്വിൻ വയ്യാക്രപദ്യ കം ത്വമാത്മാനമുപാസീതി അപയേവ ഭഗവോ രാജന്നിധി ഹോവാച യശ വൈരൈരാത്മാ വൈശ്വാനരോയം ത്വമാത്മാനമുപാസേ തസ്മാത് ത്വം രൈമാൻ പുഷ്ടിമാനസി. അഥ ഹോവാച, അനന്തരം വീണ്ടും ചോദിച്ചു. ആരോട്? ബുഡിലനോട്. ഇപ്പൊ നേരത്തെ വന്നാണ്. ഏതാരാണ്? ആശ്വതരാശ്വീൻ. അശ്വതരാശ്വിയുടെ പുത്രനാണ്. കൊണ്ട് ആശ്വതരാശ്വീം ബുഡിലം. അശ്വതരാശ്വിയുടെ പുത്രനായ ബുഡിലനോട് ചോദിച്ചു, ഹേ വയ്യാക്രപദ്യ കം ത്വമാത്മാന ഉപാസീതി, നീ ഏതാത്മാവിനെയാണ് ഉപാസിക്കുന്നത്? അപയേവ ഭഗവോ രാജന്നിധി ഹോവാച, ഞാൻ അപ്പിനെയാണ്, വെള്ളത്തെയാണ് ഉപാസിക്കുന്നത്. അപ ഏവ, അപഹ വെള്ളം, ജലം. അപയേവ ഭഗവോ രാജന്നിധി ഹോവാച, ഹേ രാജാവേ, ഞാൻ വെള്ളത്തെയാണ്, ജലത്തെയാണ് ഉപാസിക്കുന്നത്. ഏഷവൈ രൈരാത്മാ, ഏഷവൈ, ആ ജലസ്വരൂപിയായ ആത്മാവാകട്ടെ, രൈഹി ആത്മാ, രൈ എന്ന് വെച്ചാൽ ധനം എന്നാണ്. രൈ ധനമുള്ളവനായ ആത്മാവാണ്. വൈശ്വാനരോ യം ത്വം ആത്മാനം ഉപാസി, ധനസ്വരൂപനായി രൈ എന്ന ആത്മസ്വരൂപനായ വൈശ്വാനരനെ, യാതൊരു വൈശ്വാനരനെയാണോ നീ ഉപാസിക്കുന്നത്? തസ്മാത്വം, അതുകൊണ്ട് നീ രൈമാൻ പുഷ്ടിമാൻ അസി, ധനമുള്ളവനും പുഷ്ടിയുള്ളവനുമായി തീരും. രൈമാൻ ധനമുള്ളവൻ, പുഷ്ടിമാൻ പുഷ്ടിയുള്ളവൻ. ബുഡിലിനോട് ചോദിച്ചു, നീ ആരെയാണ് ഉപാസിക്കുന്നത്? അപ്പോൾ ഞാൻ ജലത്തെയാണ് ഉപാസിക്കുന്നത്. നന്നായി. വൈശ്വാനര സ്വരൂപത്തിൽ
ബ്രഹ്മചൈതന്യത്തെ വൈശ്വാനര സ്വരൂപത്തിൽ ജലമായി നീ ഉപാസിക്കുന്നു എങ്കിൽ നിനക്ക് ധാരാളം ധനവും പുഷ്ടിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. ശരീരത്തിന് മാത്രമല്ല, മനസ്സിനും ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾക്കും പുഷ്ടി ഉണ്ടാകും. അത് പരിപുഷ്ടമാകും. നിത്യജീവിതത്തിന് ആവശ്യമായ ധനവും നിനക്ക് താനേ വന്നു ചേരുക തന്നെ. അതുകൊണ്ട് ഈ ഉപാസന യോഗ്യമാണ്. ജലസ്വരൂപത്തിൽ നീ അപൗമാർഗത്തിൽ ഈ ആത്മചൈതന്യത്തെ ഉപാസിച്ചു. അഥഹോവാച കുടിലമാശ്വതരാശ്വം വയ്യാക്ഷപദ്യ കം ത്വമാത്മാനമുപാസൈതി അപയേവ ഭഗവോ രാജന്നിതി ഹോവാച ഏഷ വൈരൈരാത്മാ വൈശ്വാനരോ യം ത്വമാത്മാനമുപാസേ തസ്മാത് ത്വം രൈമാൻ പുഷ്ടിമാനസി. അഥഹോവാച കുടിലം ആശ്വതരാശ്വം വയ്യാക്ഷപദ്യ കം ത്വമാത്മാനമുപാസൈതി അപയേവ ഭഗവോ രാജന്നിതി ഹോവാച ഏഷ വൈരൈരാത്മാ വൈശ്വാനരോ യം ത്വമാത്മാനമുപാസേ തസ്മാത് ത്വം രൈമാൻ പുഷ്ടിമാനസി. അത്യന്നം പശ്യസി പ്രിയം അത്യന്നം പശ്യസി പ്രിയം ഭവത്യസ്യ ബ്രഹ്മവർച്ചസം കുലേയ ഏതമേവമാത്മാനം വൈശ്വാനരമുപാസ്തേ ബസ്തിസ്ത്വേഷ ആത്മനൈതി ഹോവാച ബസ്തിസ്തേ വ്യഭേദ്സ്യത് എന്മാം നാഗമിഷ്യതി. മുമ്പത്തെ പോലെ തന്നെ അന്നം ഭക്ഷിക്കുന്നു, പ്രിയം അനുഭവിക്കുന്നു. ആരാണോ അന്നം ഭക്ഷിക്കുകയും പ്രിയം അനുഭവിക്കുകയും ചെയ്യുന്നത് അവനെ ബ്രഹ്മവർച്ചസ് ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു കുലത്തിൽ ആരാണോ ഏതം ഏവം ആത്മാനം വൈശ്വാനരം ഉപാസ്തേ, ഈ ആത്മാവിനെ, വൈശ്വാനരനായ ആത്മാവിനെ ഇവിടെ രയ്യായിട്ട് ആരാണോ ഉപാസിക്കുന്നത്, അപ ഏവ ജലമായിട്ട് ആരാണോ ഉപാസിക്കുന്നത്, അവൻ ഭക്തിഹി തു ഏഷ ആത്മനിധി ഹോവാച, അവന് ഈ ആത്മസ്വരൂപത്തിൽ ഭക്തി ഉണ്ടാകും. ഭക്തി എന്ന് പറഞ്ഞാൽ വസ്തി ആണ്. വസ്തി ആയുർവേദത്തിൽ പറയും കടിവസ്തി ചെയ്യുക എന്നൊക്കെ പറയും. വസ്തി എന്ന് വെച്ചാൽ മൂത്രം നിറഞ്ഞു നിൽക്കുന്ന മൂത്രസഞ്ചിയുടെ പേരാണ് വസ്തി. അതുകൊണ്ട് അത് ബസ്തി എന്നും അത് വസ്തി എന്നും പറയും. മൂത്രവുമായി ബന്ധപ്പെട്ടാണ് ആയുർവേദക്കാർക്ക് അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് നന്നായിട്ട് അറിയാം അതിന്റെ പ്രവർത്തനം എന്താണ് എന്നൊക്കെ. കാരണം അവിടെ വസ്തിയിൽ പ്രയോഗിക്കുന്ന അനേക തരത്തിലുള്ള പ്രയോഗങ്ങൾ അവർക്കുണ്ട്. ബസ്തിഹി ത്വേഷ ആത്മനീതി ഹോവാച ബസ്തിഹി തേ വ്യഭേദ്സ്യത് തേ ബസ്തിഹി, നിന്റെ ബസ്തി വ്യഭേദ്സ്യത് ഭേദിക്കപ്പെടും, പൊട്ടിപ്പോകുമായിരുന്നു എന്നാം നാഗമിഷ്യൻ. നീ എന്റെ അടുത്തേക്ക് വന്നില്ലായിരുന്നു, നിന്റെ വസ്തി പൊട്ടിത്തെറിച്ചു പോകുമായിരുന്നു. അതുകൊണ്ട് നീ ഇപ്പോൾ വന്നതുകൊണ്ട് നിന്റെ ഈ വസ്തി നിലനിൽക്കുക തന്നെ ചെയ്യും. ശരീരത്തിൽ കഴിക്കുന്ന അന്നപാനാദികളുടെ ക്രമീകരണത്തെ നിലനിർത്തുന്നത് വസ്തിയിലൂടെ തന്നെയാണ്. അത് നിലനിന്നെങ്കിൽ മാത്രമേ ശരീരം നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് നിന്റെ ഈ വസ്തി നീ ഇപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ പൊട്ടിപ്പോകുമായിരുന്നു. വസ്തി സ്വരൂപത്തിലാണ് ജലത്തെ ഉപാസിക്കുന്നത്. ജലോപാസനയുടെ പരിണത ഫലം ഈ വസ്തിയാണ്. മൂത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉപാസനയായിട്ട് അഥർവേദത്തിൽ ഇത് വിസ്തരിച്ച് കുറേ മന്ത്രങ്ങൾ പറയുന്നുണ്ട് ഈ ഉപാസന. അതുകൊണ്ട് ഈ വസ്തി ഉപാസന അത്യന്താപേക്ഷിതമാണ്. ജലോപാസനയുടെ ഫലമാണ് വസ്തി. ഇവിടെ നീ അപ്പനെയാണ് ഉപാസിക്കുന്നതെന്ന് പറഞ്ഞു. ജലത്തെയാണ് നീ വൈശ്വാനര സ്വരൂപത്തിൽ ഉപാസിച്ചു കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് എന്താണ് ധാരാളം വസ്തി ഉണ്ടാകും എന്ന് മാത്രമല്ല, ആത്മസ്വരൂപമായ ആ വസ്തി നിനക്ക് സ്വയം സിദ്ധമായി തീരും. ഇങ്ങനെ നീ ഉപാസിച്ചില്ലായിരുന്നു എങ്കിൽ നിന്റെ വസ്തി വിഭേദ്ശി തെറിച്ച് പൊട്ടിത്തെറിച്ച് പോകുമായിരുന്നു. നീ വന്ന് നന്നായി നീ അരോഗദൃഢഗാത്രനായി നിനക്ക് ശരീരം വീക്ഷിക്കാൻ പറ്റും അല്ലെ. അല്ലെങ്കിൽ മൂത്രസഞ്ചിയുടെ അപാകത കൊണ്ട് സംഭവിക്കുന്ന അനേക തരത്തിലുള്ള രോഗങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച് ഈ ശരീരം കളയേണ്ടി വന്നു. അതില്ലാതെ നിനക്ക് ശരീരം വീക്ഷിക്കാൻ പറ്റും.
അപ്പോൾ നീ വന്നതുകൊണ്ട് അരോഗദൃഢഗാത്രമായിട്ട് നിനക്ക് തീരാൻ കഴിയുന്നു. അല്ലെങ്കിൽ ഈ ശരീരം ഈ വസ്തുയും പോകുന്ന അവസാനം. പക്ഷെ അത് നീ ജീവനോടിരിക്കുമ്പോൾ തന്നെ നഷ്ടപ്പെട്ടിട്ട് അതിന്റെ ദുഃഖം നീ കുറയ്ക്കുക അനുഭവിക്കേണ്ട വന്നേനെ. അതൊഴിവാകും. ഇപ്പൊ നീ വന്നത് നന്നായി. കാരണം ഉപാസനയിൽ കൂടിയാണ് ശരീരത്തിന്റെ പ്രക്രിയകളെ യഥായോഗ്യം നയിപ്പിച്ചു കൊണ്ടുപോകുന്നത്. നമ്മുടെ കഴിവ് കൊണ്ടല്ല എന്ന്. ഇതാണ് മൂത്രമൊഴിക്കാനും മലശോധനയ്ക്കും വിസർജനങ്ങൾക്കും ഒക്കെ നമ്മുടെ കഴിവ് കൊണ്ട് മാത്രം പറ്റില്ല. അതിന് പ്രധാനം മനസ്സാണ്. ആ മനസ്സിൽ ഈശ്വരന്റെ ഇച്ഛ അനുക്രമമായി വന്ന് നമ്മെ കൊണ്ട് അതിനെ പ്രേരിപ്പിച്ചെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ. അതിനിതൊന്നും യഥാകാലം യഥാസമയം നടക്കില്ല. നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ആ ആത്മസ്വരൂപത്തെ ഉപാസിച്ചുകൊണ്ട് ജീവിച്ചില്ല എങ്കിൽ ഈ ശരീരം രോഗഗ്രസ്തമായി തീർന്നിട്ട് താഴെ വീണ് നശിച്ചു. ഇപ്പൊ നീ വന്നതുകൊണ്ട് ഉപാസനയുടെ ശരീരശക്തിയെ നിനക്ക് നിലനിർത്താൻ കഴിയും എന്ന് കാണിക്കാൻ വേണ്ടി ഭക്തി പറഞ്ഞു മാത്രം. അത്യന്നം പശ്യഫി പ്രിയം അത്യന്നം പശ്യഫി പ്രിയം ഭവത്യഫി ബ്രഹ്മവർച്ചസം കുലേ യഃ ഏതമേവമാത്മാനം വൈശ്വാനരമുപാസ്തേ ബസ്തിസ്ത്വേഷാത്മനീതി ഹോവാച ബസ്തിസ്തേ വ്യഭേദ്യന്മാം നാഗമിഷ്യേതി. അത്യന്നം പശ്യഫി പ്രിയം അത്യന്നം പശ്യഫി പ്രിയം ഭവത്യഫ്യ ബ്രഹ്മവർച്ചസം കുലേ യഃ ഏതമേവമാത്മാനം വൈശ്വാനരമുപാസ്തേ ബസ്തിസ്ത്വേഷ ആത്മനീതി ഹോവാച ബസ്തിസ്തേ വ്യഭേദ്യന്മാം നാഗമിഷ്യ ഇതി. അഥ ഹോവാച ഉദ്ദാലകമാരുണി. ഇനിയും കൂടെ കൂട്ടിക്കൊണ്ടുവന്ന ഉദ്ദാലകനോടാണ് അടുത്തത്. അഥ ഹോവാച ഉദ്ദാലകമാരുണി ഗൗതമ കം ത്വമാത്മാന ഉപാസീതി പൃഥിവീവേവ ഭഗവോ രാജന്നിധി ഹോവാചൈഷ വൈ പ്രതിഷ്ഠാത്മാ വൈശ്വാനരോ യം ത്വമാത്മാന ഉപാസേ തസ്മാത് ത്വം പ്രതിഷ്ഠിതോസി പ്രജയാ ച പശുഭിശ്ചാം. അഥ ഹോവാച അനന്തരം ചോദിച്ചു ഉദ്ദാലകം ആരുണി. ഉദ്ദാലകനായ ആരുണിയോട് ചോദിച്ചു, ഹേ ഗൗതമ, സംബോധനയാണ്. കം ത്വമാത്മാന ഉപാസ, നീ ഏതാത്മാവിനെയാണ് ഉപാസിക്കുന്നത്? പൃഥ്വിയുമേവ ഭഗവോ രാജൻ, ഞാൻ പൃഥ്വിയാണ് ഉപാസിക്കുന്നത്. ഹോവാച ഏഷ വൈ പ്രതിഷ്ഠാത്മാ വൈശ്വാനരോ. അത് വൈശ്വാനരൻ എന്ന ആത്മസ്വരൂപത്തെ പ്രതിഷ്ഠിക്കുന്നതാണ് ഈ പൃഥ്വി. വൈശ്വാനരൻ എന്ന ആത്മാവിന് പ്രതിഷ്ഠ ഉണ്ടാക്കി കൊടുക്കുന്നത്, നിലനിൽപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത്, സ്ഥിരത ഉണ്ടാക്കി കൊടുക്കുന്നത് പൃഥ്വിയാണ്. പ്രതിഷ്ഠാത്മാ വൈശ്വാനരോ യം ത്വമാത്മാന ഉപാസി. യാതൊന്നിനെയാണോ നീ ആത്മാവായി ഉപാസിക്കുന്നത് ആ ആത്മസ്വരൂപം ഇവിടെ പൃഥ്വി സ്വരൂപത്തിൽ നീ ഉപാസിക്കുന്നു എന്നുള്ളത് കൊണ്ട് തസ്മാത് ത്വം പ്രതിഷ്ഠോഫി, അതുകൊണ്ട് നിനക്ക് നിലനിൽപ്പുള്ളവനായി തീരും. പ്രജയാച പശുഭിഷ്ട, ധാരാളം പ്രജകളെ കൊണ്ട്, സന്താനങ്ങളെ കൊണ്ട്, പശുക്കളെ കൊണ്ട്, വളർത്തുമൃഗങ്ങളെ കൊണ്ട്, ഇങ്ങനെ രണ്ട് വഴിയിൽ കൂടി നീ ഈ ലോകത്ത് സ്ഥിരപ്രതിഷ്ഠ നേടും. യശസ് ഉണ്ടാക്കും. സ്ഥിരപ്രതിഷ്ഠ യശസ്സാണ്. സന്താനങ്ങളിൽ കൂടി യശസ് ഉണ്ടാക്കും. നീ വളർത്തുന്ന മൃഗങ്ങളിൽ കൂടി നിനക്ക് യശസ് ഉണ്ടാക്കും. സന്താനവും വളർത്തു മൃഗങ്ങളും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാകും. വിദ്യാഭ്യാസം കൊടുക്കത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒരുപോലെയാണ്. സന്താനങ്ങളെയും ഈ മൃഗങ്ങളെയും. മൃഗങ്ങൾക്ക് പഠിപ്പ് കൊടുക്കില്ല, സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കും. ഇതൊരു വ്യത്യാസം. അതുകൊണ്ട് നീ ഇങ്ങനെ പൃഥ്വി സ്വരൂപത്തിൽ വൈശ്വാനരനായ ആത്മാവിനെ ഉപാസിക്കുന്നത് കൊണ്ട് നിനക്ക് ഈ ലോകത്ത് ചിരസ്ഥായിയായ പ്രതിഷ്ഠ നിന്റെ സന്താനങ്ങളിലൂടെയും നിന്റെ പശുക്കളിലൂടെയും നീ അനുഭവിക്കുന്നതാണ്. അഥ ഹോവാച ഉദ്ദാലകമാരുണി ഗൗതമ കം ത്വമാത്മാന ഉപാസീതി പൃഥ്വീമേവ ഭഗോ രാജന്നിധി ഹൈവ രാജന്നിധി ഹോവാചൈഷ വൈ പ്രതിഷ്ഠാത്മാ വൈശ്വാനരോ യം ത്വമാത്മാന ഉപാസേ തസ്മാത് ത്വം പ്രതിഷ്ഠിതോസി
प्रज्ञा च पशुभिश्च अथ होवाच उद्दालकमारुणीं गौतमा कं त्वमात्मान उपासीति पृथिवीमेव भगवो राजन्निति होवाचैष वै प्रतिष्ठात्मा वैश्वानरो यं त्वमात्मानमुपासे तस्मात् त्वं प्रतिष्ठितोऽसि प्रजया च पशुभिश्च अत्यन्नं पश्यसि प्रियम् अत्यन्नं पश्यसि प्रियं भवत्यस्य ब्रह्मवर्चसं कुले य एतमेवम् आत्मानं वैश्वानरमुपास्ते पादौ त्वेतावात्मन इति होवाच पादौ ते यम्लास्येताम् यन्मां नागमिष्य इति अत्यन्नं पश्यसि प्रियं നേരത്തെ പറഞ്ഞു തന്നെ ഇത് അത്യന്നം പശ്യസി പ്രിയം ഭവതി അസ്യ ബ്രഹ്മവർച്ചസം കുലേ യാതൊരു കുലത്തിലാണോ അന്നത്തെ ഭക്ഷിച്ച് പ്രിയം ചെയ്തുകൊണ്ട് ബ്രഹ്മചൈതന്യത്തെ വർദ്ധിപ്പിക്കുന്നത് അവൻ ഏതമാത്മാനം വൈശ്വാനരം ഉപാസ്തി അവൻ ആ വഴിയിൽ കൂടി വൈശ്വാനരൻ എന്ന ആത്മാവിനെയാണ് ഉപാസിക്കുന്നത് പൃഥ്വി സ്വരൂപത്തിൽ വൈശ്വാനരനായ ആത്മസ്വരൂപത്തെയാണ് നീ ഉപാസിക്കുന്നത് അതുകൊണ്ട് പാദൗത്തു ഏതൗ ആത്മനീതി ഈ പൃഥ്വി ഈ ആത്മാവിന്റെ പാദമാണ് ഇതുവരെ ശരീരമാണ് എന്നൊക്കെ ഓരോന്നാണെന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ പറയുന്നു പാദമാണ് പാദൗതു ഏതൗ ആത്മാനീതി പാദൗ ത്വേതാവാത്മന ഇതി ഹോവാച ഇതി ഉവാചഹ എന്ന് പറഞ്ഞുവല്ലോ പാദൗ തേ വ്യമ്ലാസ്യേതാം നിന്റെ പാദങ്ങൾ തളർന്നു പോകുമായിരുന്നു മ്ലാനത പ്രാപിക്കാന്ന് വ്യമ്ലാസ്യേതാം മ്ലായതി എന്നതിന്റെ വർത്തമാനകാലമാണ് മ്ലാസ്യതി എന്ന് ഭാവികാലമാണ് ആത്മനേപദമാണ് ബി ഉപസർഗപൂർവമാണ് ലോട്ടാണ് അങ്ങനെ വന്നിട്ടാണ് വ്യമ്ലാസ്യതാം എന്ന് വരാൻ കാരണം തൽക്കാലം അർത്ഥം പറഞ്ഞാൽ മാത്രം മതി മറ്റേ വഴി കൂടി പോയില്ലെന്നും കുഴപ്പമില്ല വ്യമ്ലാസ്യതാം എന്താ തളർന്നു പോകുമായിരുന്നു എന്മാം നാഗമിഷ്യതി നീ എന്റെ അടുത്തേക്ക് വന്നതിനാൽ നിന്റെ കാലുകൾ തളർന്നു പോകാൻ കാരണം എന്തുകൊണ്ട് എന്നാ കാര്യം തളർന്നു പോയാലോ നിൽക്കാൻ പറ്റുമോ പ്രതിഷ്ഠയില്ല നിലനിൽപ്പില്ല സ്ഥിരമായി നിൽക്കാൻ പറ്റില്ല അപ്പൊ ഇപ്പൊ നിനക്ക് ഈ രണ്ട് കാലിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നത് വൈശ്വാനരനായ ആത്മാവിനെ പൃഥ്വി സ്വരൂപത്തിൽ നീ ഉപാസിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് നിന്റെ കാൽ ഉറച്ചതാകും ഒരിക്കലും കാല് തെന്നി വീഴില്ല തല കറങ്ങി വീഴില്ല ബോധക്കേടുണ്ടായി വീഴില്ല ആര് നിലനിർത്തും കാല് ഉപാസനയുടെ മറ്റൊരു ഫലമാണ് ഈ ശരീരം എന്താണ് വിറച്ച് കുഴഞ്ഞു വീണ് പോവില്ല എന്നുറപ്പാണ് ഇപ്പൊ അതാണ് കേൾക്കുന്നത് ശരീരം കുഴഞ്ഞു വീണ് താഴെ വീണുന്ന് കേൾക്കാം അങ്ങനെ കേൾക്കില്ല എന്ന് അക്ഷരം എന്തിനെ ഉപാസിച്ചാൽ വൈശ്വാനരനായി ആത്മാവിനെ ഉപാസിച്ചാൽ ബ്രഹ്മസ്വരൂപമായ ഈ ആത്മാവിനെ നീ വൈശ്വാനര സ്വരൂപമായ ആത്മാവിനെ നീ പൃഥ്വീരൂപമായി ഉപാസിച്ചാൽ നിന്റെ കാലുകൾ ബലിഷ്ഠങ്ങളായി ഭൂമിയിൽ ഉറച്ചു അല്ലെങ്കിൽ നീ വന്നില്ലായിരുന്നെങ്കിൽ നിന്റെ കാലുകൾ തളർന്ന് വീഴുമായി അത്യന്നം പശ്യസി പ്രിയം അത്യന്നം പശ്യസി പ്രിയം ഭവത്യസ്യ ബ്രഹ്മവർച്ചസം കുലേയ ഏതമേവമാത്മാനം വൈശ്വാനരമുപാസ്തേ പാദൗ ത്വേതാവാത്മന ഇതി ഹോവാച പാദൗ തേ വ്യമ്ലാസ്യതാം യന്മാം നാഗമിഷ്യ ഇതി അത്യന്നം പശ്യസി പ്രിയം അത്യന്നം പശ്യസി പ്രിയം ഭവത്യസ്യ ബ്രഹ്മവർച്ചസം കുലേ യഃ ഏതമേവമാത്മാനം വൈശ്വാനരമുപാസ്തേ പാദൗ ത്വേവ ആത്മന ഇതി ഹോവാച പാദൗ തേ വ്യമ്ലാസ്യേതാം യന്മാം നാഗമിഷ്യ ഇതി താൻ ഹോവാചൈതേ വൈ ഖലു യൂയം പൃഥഗ ഇവ ഇമമാത്മാനം വൈശ്വാനരം വിദ്വാംസോ അന്നം
അന്നമദ്ധ യസ്ത്വേതമേവം പ്രാദേശമാത്രം അഭിവിമാനമാത്മാനം വൈശ്വാനര ഉപാസ്തേ സർവേഷു ലോകേഷു സർവേഷു ഭൂതേഷു സർവേഷു ആത്മഫന്നമത്തി. ഇവിടെ ഇപ്പം ആത്മോപാസന വൈശ്വാനര രൂപത്തിൽ കൂടി ഉപാസിക്കാൻ പറഞ്ഞത് 5-6 അവയവങ്ങൾ കൂടിയാണ് പറഞ്ഞത്. ദ്യോവ്, ആദിത്യൻ, വായു, ആകാശം, ജലം, പൃഥ്വി. ഇത്രയുമാണ് ഈ 6 മന്ത്രങ്ങളിൽ കൂടി ഉപാസിക്കാൻ പറഞ്ഞത്. ഇത് 6 അവയവങ്ങളാണ്. നീ വൈശ്വാനരനായി ഉപാസിക്കുന്ന ബ്രഹ്മചൈതന്യത്തിന്റെ 6 ഘടകങ്ങളാണ്, 6 അവയവങ്ങളാണ്. ഒന്ന് ദ്യോവാണ്, മറ്റൊന്ന് ആദിത്യനാണ്, പിന്നൊന്ന് വായുവാണ്, പിന്നൊന്ന് ആകാശമാണ്, ജലമാണ്, പൃഥ്വിയാണ്. താൻ ഇവകളെ, താൻ എന്ന് വെച്ചാൽ ഇവകളെ, ഈ 6 ഹാ ഉവാച ഏതേ വൈ ഖലു, അവനോട് പറഞ്ഞു ഇവരെല്ലാം തീർച്ചയായിട്ടും യൂയം പൃഥകിവ ഇമം ആത്മാനം വൈശ്വാനരം വിദ്വാംസോ അന്നം അർത്ഥ. യൂയം നിങ്ങൾ, പൃഥക് ഇവ ഇമം ആത്മാനം, പൃഥകിവ വേർപെടുത്തി എന്നതുപോലെ പ്രത്യേകം പ്രത്യേകമായി, പൃഥകിവ ഇമം ആത്മാനം വൈശ്വാനരം, ഈ ആത്മസ്വരൂപനായ വൈശ്വാനരനെ വേർപിരിഞ്ഞാണ് വിദ്വാംസോ വിദ്വാൻമാർ ഉപാസിക്കുന്നത് എങ്കിൽ അന്നം അർത്ഥ, അന്നത്തെ ഭക്ഷിക്കാം. അർത്ഥ ഭക്ഷിക്കാം. അത്തി അർത്ഥ അദന്തി, അത്സി അർത്ഥ അർത്ഥ, അഗ്നി അദ്വഹ ആത്മഹ. അതിന്റെ ലോട്ടാണ് അർത്ഥ ഭക്ഷിക്കും. സോ അന്നം അർത്ഥ, വിദ്വാംസഹ അന്നം അർത്ഥ, വിദ്വാൻമാർ അന്നത്തെ ഭക്ഷിക്കും. എന്ത് ചെയ്താൽ? വൈശ്വാനരനായ ആത്മാവിനെ ഇതുവരെ പറഞ്ഞ 6 മാർഗങ്ങൾ കൂടി, 6 അവയവങ്ങൾ കൂടിയാണ് ഉപാസിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അന്നം ഭക്ഷിക്കുന്നതായിട്ട് തീരും. യസ്ത്വേതം ഏവം പ്രാദേശമാത്രം അഭിവിമാനമാത്മാനം വൈശ്വാനരം ഉപാസ്തേ. യഹാതു ആരാകട്ടെ, ഏതം ഈ ആത്മാവിനെ, ഏവം ഇങ്ങനെ, യസ്ത്വേതമേവം യഹാതു ഏതം ഏവം, യാതൊരുവനാണ് ഈ ആത്മാവിനെ ഇങ്ങനെ. പ്രാദേശമാത്രം എന്ന് വെച്ചാൽ അവയവമാത്രമായിട്ട്, പ്രാദേശമാത്രം, പ്രാദേശം വെച്ചാൽ അവയവങ്ങൾ എന്നർത്ഥം. പ്രദേശം എന്നുള്ള വാക്കിൽ നിന്നാണ് പ്രാദേശം ഉണ്ടായത്. പ്രദേശം അവയവങ്ങൾ തന്നെയാണല്ലോ. അനേകം പ്രദേശങ്ങൾ കൂടി ചേർന്നാണല്ലോ ഒരു രാജ്യമായി തീരുക. രാജ്യത്തിന്റെ അംഗങ്ങളായ അവയവങ്ങളാണ് പ്രദേശങ്ങൾ. ഒന്ന് പ്രാദേശമാത്രം, അവയവഭേദത്തിൽ മാത്രം, പ്രാദേശമാത്രം അഭിവിമാനം ആത്മാനം, അഭിവിമാനം അഭിമാനിക്കുന്ന, അഭിമാനത്തിന് ഈ ഉപസർഗം ചേർത്തപ്പോൾ അഭിവിമാനമായി മാത്രമേ ഉള്ളൂ. അഭിമാനിക്കുന്ന ആത്മാനം, ആത്മാവിനെ, അവയവങ്ങളായി അഭിമാനിക്കുന്ന ആത്മാവിനെ. പ്രാദേശമാത്രം അഭിവിമാനം ആത്മാനം വൈശ്വാനരം ഉപാസ്തേ. വൈശ്വാനരനായ ഈ ആത്മാവിനെ ഉപാസിക്കുന്നത് കൊണ്ട് സഹ സർവേഷു ലോകേഷു, അവൻ എല്ലാ ലോകങ്ങളിലും, സർവേഷു ഭൂതേഷു എല്ലാ ഭൂതങ്ങളിലും, സർവേഷു ആത്മസു അന്നം അത്തി, സർവേഷു ആത്മഫന്നമ അത്തി, സർവേഷു ആത്മസു അന്നം അത്തി, സർവേഷു ആത്മഫന്നമ അന്നമത്തി. സർവേഷു ആത്മസു എല്ലാ ആത്മാക്കളിലും
അന്നം അത്തി അന്നത്തെ ഭക്ഷിക്കുന്നു. ഇപ്പം 6 വിധത്തിൽ 6 അവയവങ്ങളായി 6 വിധത്തിലുള്ള വ്യക്തിത്വത്തിന്റെ അഭിമാനത്തോടെ, യോവെന്ന അഭിമാനത്തോടെ, ആദിത്യൻ എന്ന അഭിമാനത്തോടെ, വായു എന്ന അഭിമാനത്തോടെ, ആകാശം എന്ന അഭിമാനത്തോടെ, ജലം എന്ന അഭിമാനത്തോടെ, പൃഥ്വി എന്ന അഭിമാനത്തോടെ. ഈ 6 ഘടകങ്ങൾ അവയവങ്ങളാണ്. അവയവങ്ങൾക്ക് തങ്ങളുടേതായ സ്വാഭിമാനവും ഉണ്ട്. അങ്ങനെയുള്ള അഭിമാനത്തോടു കൂടി ആരാണോ വൈശ്വാനരനെ ഉപാസിക്കുന്നത്, ഈ വൈശ്വാനര ബ്രഹ്മസ്വരൂപത്തെ ആരാണോ ഉപാസിക്കുന്നത്, സഹ സർവേഷു ലോകേഷു സർവേഷു ഭൂതേഷു സർവേഷു ആത്മ, എല്ലാ ലോകങ്ങളിലും എല്ലാ ഭൂതങ്ങളിലും എല്ലാ ആത്മാക്കളിലും അന്നം അത്തി അന്നത്തെ ഭക്ഷിക്കുന്നവനായി തീരുന്നു. അപ്പം ആത്മാവിനെ അവയവങ്ങളായി ഉപാസിച്ചാൽ ഭൗതികമായ അന്നം ഭക്ഷിക്കാനുള്ള കഴിവ് ഉണ്ടാകും എന്നർത്ഥം. അന്നം താനേ ഉണ്ടാകും, അത് ഭക്ഷിക്കാൻ നമുക്ക് കഴിയും. ഇപ്പോഴത്തെ വിഷയം അത് രണ്ടുമാണ്. അന്നം ഉണ്ടാകുന്നില്ല, ഉണ്ടാകാത്ത അന്നം തപ്പിയെടുക്കാൻ നാട് നീളെ ഓടി നടക്കുകയാണ്. ഇവിടെ അങ്ങ് കിട്ടാൻ വരുമ്പോൾ വിമാനം കയറി വിദേശങ്ങളിലൊക്കെ പോയി അന്നം കൊണ്ടുവരാൻ നോക്കുക. എന്നും കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പൊ പിന്നെ അവസാനം എന്താണ്? അന്നമില്ലാതെ കുറെ പേര് ജീവനൊടുങ്ങുക. അപ്പോൾ എല്ലാവർക്കും അന്നം ഭക്ഷിക്കാൻ പറ്റണം. സമസ്ത ജീവജാലങ്ങൾ, മനുഷ്യർക്ക് മാത്രമല്ല, എല്ലാവർക്കും അന്നം ഭക്ഷിക്കാൻ പറ്റണം. എല്ലാ ഭൂതങ്ങളിലും എല്ലാ ലോകങ്ങളിലുമുള്ള എല്ലാവർക്കും വേണം. ഇത് മാത്രമല്ല, ഈ അന്നം കേരളത്തിലോ ഇന്ത്യയിലോ അല്ലെങ്കിൽ ഏഷ്യയിലോ മാത്രമല്ല, എല്ലാ ഭൂഖണ്ഡങ്ങളിലുള്ള എല്ലാവർക്കും അന്നം വേണം. അന്നം കൊണ്ടാണ് എല്ലാം ജീവിക്കുന്നത്. അതുകൊണ്ട് സർവേഷു ആത്മസു, എല്ലാ ആത്മാവുകളിലും ആരിലൊക്കെ ഞാനെന്ന ആത്മാവുണ്ടോ അവരിലൊക്കെയും അന്നം അത്തി അന്നത്തെ ഭക്ഷിക്കാൻ പറ്റും. എന്തു ചെയ്താൽ? പ്രാദേശമാത്രമായി എന്താണ് അഭിമാനമായ ഈ ആത്മാവിനെ ആരാണോ ഇങ്ങനെ അവയവങ്ങളിലൂടെ ഉപാസിക്കുന്നത്, അവന് മാത്രമല്ല, അവൻ ഉൾക്കൊള്ളുന്ന ലോകത്തിൽ എല്ലായിടത്തും എല്ലാ ഭൂതങ്ങളിലും എല്ലാവരിലും ഈ അന്നത്തെ ഭക്ഷിക്കാൻ സാധിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പൊ അന്നം ഉണ്ടാവാതെ വരുന്നത് ഈ ഉപാസന ഇല്ലാതെ പോകുമ്പോഴാണ്. നമ്മളെ പൂർവികർക്ക് വിഷമം ഉണ്ടാവുന്ന അവരൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? ഉപാസിക്കുമായിരുന്നു. നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ലോകത്തിന് വേണ്ടിയിട്ട്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് ഉപാസനയുടെ ലക്ഷ്യം. വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല. മേൽപ്പത്തൂർ നാരായണത്തിന് പറയുകയും ചെയ്തു, ഓരോ ദശകത്തും 2 ലോകം മാറ്റണേ എന്ന് പറഞ്ഞെങ്കിലും ആദ്യം പറഞ്ഞു ലോകത്തിലുള്ള എല്ലാവർക്കും വിശ്വപീഡാപഹത്യൈ, ലോകത്തിലുള്ള എല്ലാവരുടെയും രോഗം ഇല്ലാതാക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എന്ന കാര്യം പറഞ്ഞത്. ഇതേപോലെ ഈ ലോകത്തിലുള്ള എല്ലാ ആത്മാക്കളിലും അന്നം നിലനിൽക്കണമെങ്കിൽ ഇങ്ങനെ അവയവങ്ങളായി ആത്മാവിനെ ഉപാസിക്കുക തന്നെ ചെയ്യണം. യോവായിട്ടും ആദിത്യനായിട്ടും വായുവായിട്ടും ആകാശമായിട്ടും ജലമായിട്ടും പൃഥ്വിയായിട്ടും ഒക്കെ എന്ത് ചെയ്യണം? ഇങ്ങനെ ഉപാസിച്ചാൽ ഈ നാനാ വഴികളിൽ കൂടി അന്നം എത്തിച്ചേരും. ഈ അന്നം സുഭിക്ഷമായി ഉപയോഗിച്ചാൽ നിലനിൽപ്പുണ്ടാകും, കീർത്തി ഉണ്ടാകും, ആത്മസ്വരൂപത്തെ വളർത്തി വലുതാക്കാൻ സാധിക്കും എന്ന് അന്നത്തിന്റെ മഹാത്മ്യം ഉപാസനയിലൂടെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ കഥ ഇത്രയും പറഞ്ഞു വെച്ചത്. താൻ ഹോവാചൈതേ വൈ ഖലു യൂയം പൃഥഗിവ ഇമമാത്മാനം പൃഥഗിവേമമാത്മാനം പൃഥഗിവ ഇമം ആത്മാനം കുടിച്ചുമ്പോൾ പൃഥഗിവേമമാത്മാനം എല്ലാ അക്ഷരം ഉണ്ടായിരിക്കണം. പൃഥഗ് ഇവ ഇമം ആത്മാനം പൃഥഗിവേമമാത്മാനം വൈശ്വാനരം വിദ്വാംസോ അന്നമത്ഥ യസ്ത്വേതമേവം പ്രാദേശമാത്രം അഭിവിമാനമാത്മാനം വൈശ്വാനരമുപാസ്തേ സർവേഷു ലോകേഷു സർവേഷു ഭൂതേഷു സർവേഷു ആത്മസു അന്നമത്തെ താൻ ഹോവാചൈതേ വൈ ഖലു യൂയം പൃഥഗ്വേദമാത്മാനം വൈശ്വാനരം
വിദ്വാംസോ അന്നമത്ഥാം യസ്ത്വേദമേവം പ്രാദേശമാത്രം അഭിവിമാനമാത്മാനം വൈശ്വാനരമുപാസ്തേ സർവേഷു ലോകേഷു സർവേഷു ഭൂതേഷു സർവേഷു ആത്മസ്വന്നമത്തി. സർവേഷു ആത്മസു അന്നം അത്തി. സർവേഷു ആത്മസ്വന്നമത്തി. അത്തി ഭക്ഷിക്കുന്നു എന്നർത്ഥം. എല്ലാ ആത്മാക്കളിലും അന്നത്തെ ഭക്ഷിക്കാൻ കഴിയുന്നു. തസ്യ ഹവാ ഏതസ്യാത്മനോ വൈശ്വാനരസ്യ മൂർധൈവ സുതേജാഃ ചക്ഷുർ വിശ്വരൂപ പ്രാണപൃഥക് വർമാത്മാ സന്ദേഹോ ബഹുലോ വസ്തിദേവരൈ തദ്വേവ പാദാവുരേവ വേദൽ ലോമാനി ബർഹ ഹൃദയം ഗാർഹപത്യോ മനോ അന്വാഹാര്യമപചന ആസ്യമാഹവനീയ. തസ്യ ഹവ അവനാകട്ടെ. ആർക്ക്? അവയവങ്ങളായി വൈശ്വാനര സ്വരൂപനായ ഈ ബ്രഹ്മത്തെ 6 അവയവങ്ങൾ കൂടി ആരാണോ ഉപാസിക്കുന്നത്? തസ്യ ഹവ ഏതസ്യ ആത്മനോ ഈ ആത്മാവിന്റെ വൈശ്വാനരസ്യ ഏതസ്യ വൈശ്വാനരസ്യ ആത്മനോ ഈ വൈശ്വാനരനായ ആത്മാവിന്റെ മൂർധൈവ ശിരസ് തന്നെ. മൂർധൈവ ശിരസ് തന്നെ. സുതേജാഹ നല്ല തേജസ്സുള്ളതായ. ചക്ഷുഹു വിശ്വരൂപ ചക്ഷുസ്സാകുന്നു വിശ്വരൂപനായ. ഏതസ്യ ആത്മനോ വൈശ്വാനരസ്യ മൂർധൈവ ഈ വൈശ്വാനരൻ എന്ന ആത്മാവിന്റെ മൂർധാവാണ്. അത് നല്ല തേജസ്സോടെ ആകാശത്ത് വിശ്വരൂപനായി തെളിഞ്ഞു നിൽക്കുന്ന ആദിത്യനാണ്. ആദിത്യനാണ് ഇതിന്റെ മൂർധാവ്. അങ്ങേറ്റം അവിടെയാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് ആദിത്യ ഉപാസന പറയാൻ കാരണം ഈ നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മഗീതത്തിന്റെ ഊർധ്വഭാഗം എവിടെയാണ്? മൂർധാവ് ആകാശമാണ്. മൂർധൈവ സുതേജാഹ ചക്ഷുഹു നല്ല തേജസ്സുള്ള കണ്ണു പോലെയാണ് സൂര്യൻ. വിശ്വരൂപ വിശ്വത്തിന്റെ സ്വരൂപമായി തീർന്നു നിൽക്കുന്നവനായ. പ്രാണഹ പൃഥക് വർത്തമാത്മാ പ്രത്യേകം പ്രത്യേകം വഴിയുള്ള ആത്മാവായ പ്രാണൻ. പ്രാണഹ പൃഥക് വർത്തമ ആത്മാ. സന്ദേഹോ ബഹുലോ സന്ദേഹം എന്താണ്? ശരീരം. നേരത്തെ വന്നാണ് സന്ദേഹം ശരീരം. ബഹുലോ നേരത്തെ വന്നാണ് ആകാശം. ഭക്തി നേരത്തെ വന്നാണ് രേ. പിന്നെ അതെല്ലാം വന്നു. ആദിത്യനായി, വായുവായി, ശരീരമായി, ആകാശമായി, ഭക്തിയായി. പൃഥ്വി ഏവ പാദൗ ഉരേവ പൃഥ്വി തന്നെയാണ് പാദങ്ങൾ. ഉരേവ വേദ ലോമാനി ഉരഫ് യജ്ഞവേദികളായ ലോമാനി രോമങ്ങളാണ്. ഈ വൈശ്വാനരാത്മകനായി ഭക്ഷിക്കുന്നവന്റെ ഉരഫ് വേദിയാണ്. രോമങ്ങൾ ആ വേദിയിൽ ദർഭകളായി കിടച്ചു നിൽക്കുന്നു. ലോമാനി ബർഹിർ ഹൃദയം ബർഹി ദർഭകൾ ഹൃദയമാകുന്നു. ഗാർഹപത്യോ മനഃ ഗാർഹപത്യാഗ്നിയ മനസ്സാണ്. അന്വാഹാര്യ പചന അന്വാഹാര്യമായ ദക്ഷിണാഗ്നി പചനാഗ്നി പാകം ചെയ്യുന്ന പചന. ആസ്യം ആഹവനീയ വായ് ആഹവനീയാഗ്നിയാണ്. ആസ്യം വായ്
ആഹവനീയ ആഹവനീയാഗ്നി, ഗാർഹപത്യാഗ്നി, ദാക്ഷിണാത്യാഗ്നി, ആഹവനീയാഗ്നി. 3 അഗ്നിയെ കുറിച്ച് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ 6 മാർഗത്തിൽ കൂടിയാണ് ആത്മസ്വരൂപത്തെ ഉപാസിക്കേണ്ടത്. ആത്മാവിന്റെ ഏറ്റവും മുകളിലുള്ള മൂർധാവ് ശിരസ് ആകാശമാണ്. അവിടെയാണ് ആദിത്യം നിൽക്കുന്നത്. അവിടം മുതൽ അവയവങ്ങളെ ഉപാസിച്ചാൽ ആദിത്യത്തിൽ കൂടി ലഭിക്കേണ്ട എല്ലാം അതുവഴി കിട്ടും. വായുവിൽ കൂടി ലഭിക്കേണ്ടതെല്ലാം വായുവിലൂടെ കിട്ടും. പൃഥ്വിയിൽ കൂടി ലഭിക്കുന്നതൊക്കെ പൃഥ്വിയിൽ കൂടി കിട്ടും. ജലത്തിൽ കൂടി ലഭിക്കേണ്ടത് ജലത്തിൽ കൂടി കിട്ടും. ഇതെല്ലാം നമുക്ക് വേണമല്ലോ, ഒന്നും പോരല്ലോ. ആകാശം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല, പൃഥ്വി കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല, ജലം കൊണ്ട് മാത്രം പറ്റില്ല, അഗ്നി കൊണ്ട് മാത്രം പറ്റില്ല, ആദിത്യനെ കൊണ്ട് മാത്രം പറ്റില്ല. ഇവരെല്ലാം കൂടി ചേർന്ന്. പക്ഷെ ഇവരെ ഓരോരുത്തരും നമുക്ക് ആവശ്യമാണ്. അപ്പം അംഗങ്ങളായി ഉപാസിക്കുന്നത് ആവശ്യമാണ്, അവയവങ്ങളായിട്ട്. കാരണം അവയവം നമുക്ക് വേണം, നിത്യജീവിത ഉപയോഗിയാണ് ഇതെല്ലാം. അതുകൊണ്ട് അവയവ രൂപത്തിൽ ഉപാസിച്ച് നിത്യജീവിതത്തിലെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കപ്പെട്ടാൽ ഈ അവയവങ്ങളെ ആത്മസ്വരൂപമായിട്ട് സ്വീകരിക്കും. അതാണ് ശരിയായ ഉപാസന. അപ്പോൾ അങ്ങനെ ആയാൽ ഹൃദയം ഗാർഹപത്യാഗ്നിയാകും, മനസ്സ് അന്വാഹാര രൂപമാകും, വായ് ആഹവനീയമാകും. ഈ 3 തരത്തിലുള്ള അഗ്നിയായിട്ട് ഈ ശരീരം പരിണമിക്കും. ഇപ്പൊ വൈശ്വാനരൻ എന്ന അഗ്നിയുടെ പര്യാപദം പൂർണ്ണമായി. ഇവിടെയൊക്കെയാണ് അഗ്നിയുള്ളത്. ഹൃദയത്തിൽ ഉണ്ടല്ലോ, മനസ്സിൽ ഉണ്ടല്ലോ. കാരണം എന്താണ്? മനസ്സ് പൊള്ളുന്നു എന്ന് പറയും, മനസ്സ് തീ പോലെ പൊള്ളുന്നു എന്ന് പറയും. കാരണം എന്താണ്? അഗ്നിയാണ്. ആസ്യമാഹവനീയ വായ അഗ്നിയാണ്. വായ്ക്കകത്ത് ചൂടുണ്ട്, അതുകൊണ്ടാണ് കഴിച്ച് എന്താണ് ഭക്ഷണം ചവച്ചരയ്ക്കാൻ പറ്റുന്നത്, വാക്കുകൾ ഉച്ചരിക്കാൻ പറ്റുന്നത്. അഗ്നി ഉള്ളത് കൊണ്ടാണ്. 3 തരത്തിലാണ് ഈ ശരീരത്തിൽ അഗ്നി നിൽക്കുന്നത്. ഗാർഹപത്യാഗ്നി ഹൃദയമായും, അന്വാഹാരാഗ്നി വലനരൂപമായ മനസ്സായും, ആസ്യാഗ്നി ആഹവനീയമായും. ഈ ആരാണോ അവയവ രൂപത്തിൽ വൈശ്വാനരൻ അഗ്നി ഉപാസിക്കുന്നത് അവന്റെ ശരീരത്തിൽ തന്നെ 3 വിധത്തിൽ ഈ അംഗോപാസന സഫലീകരിക്കപ്പെടും. തീർച്ചയാണ്. ഒന്ന്, അംഗോപാസന വേണ്ടെന്ന് പറഞ്ഞില്ല, അനിവാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ സാധിക്കാൻ പറ്റും എന്ന് ഈ രാജാവ് മുനികുമാരന്മാർക്കും മഹർഷിക്കുമായിട്ട് ഉപദേശിച്ചു കൊടുത്തു. തസ്യ ഹവാ ഏതസ്യാത്മനോ വൈശ്വാനരസ്യ മൂർധൈവ ഫുതേജാശ്ചക്ഷുർവിശ്വരൂപ പ്രാണപൃഥഗ്വർത്മാത്മാ സന്ദേഹോ ബഹുലോ വസ്തിരേവരൈ പൃഥിവ്യേവ പാദൗ ഉരേവ വേദി ലോമാനി ബർഹ് ഹൃദയം ഗാർഹപത്യോ മനോ അന്വാഹാര്യപചന ആസ്യമാഹവനീയ. തസ്യ ഹവാ ഏതസ്യ ആത്മനോ വൈശ്വാനരസ്യ മൂർധൈവ ഫുതേജാഃ ചക്ഷുർവിശ്വരൂപ പ്രാണപൃഥഗ്വർത്മാത്മാ സന്ദേഹോ ബഹുലോ വസ്തിരേവരൈ പൃഥ്വിയേവ പാദൗ ഉരേവ വേദി ലോമാനി ബർഹ് ഹൃദയം ഗാർഹപത്യോ മനോ അന്വാഹാര്യപചന ആസ്യമാഹവനീയ. അങ്ങനെ 18ാമത്തെ ഖണ്ഡം അവിടെ തീർന്നു. 24 ഖണ്ഡങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത് ഈ അധ്യായത്തിൽ. അടുത്ത ദിവസം കൊണ്ട് ഇത് ഇങ്ങനെ വായിച്ചിട്ട് ആശയം മാത്രം പറഞ്ഞു പോകാനേ ഉള്ളൂ. ബാക്കിയിൽ കൂടി ഒത്തിരി ദൂരം സഞ്ചരിച്ച് പോകാനില്ല. ഇത് ഉപാസനയുടെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് ഈ 5ാമത്തെ അധ്യായത്തിൽ ഋഷി നിബന്ധിച്ചിരിക്കുന്നത്. ഓരോ ഉപാസനകളെ കുറിച്ച് മുമ്പ് പറഞ്ഞു. അതെല്ലാം എത്തിച്ചേരുന്നത് പ്രധാനപ്പെട്ട ആത്മോപാസനയാണ്. ആത്മോപാസന വൈശ്വാനരാഗ്നി രൂപത്തിലാണ്. വൈശ്വാനരൻ അഗ്നിയുടെ 6 അംഗങ്ങളായിട്ട് അത് ഈ പൃഥ്വിയിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് നമ്മൾക്ക് 6 അവയവങ്ങൾ കൂടി ഉപാസിച്ച് വൈശ്വാനരനിലെത്തി ആത്മസ്വരൂപത്തിലേക്ക് ചെന്ന് ചേരേണ്ടതാണെന്ന് ഉപാസനയുടെ ഒരു വഴി വിസ്തരിച്ച് കാണിച്ച് നമുക്കവിടെ ഉപസംഹരിക്കാം. ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.